എന്താ കാരണം? ആരുടെ നാട്ടില്? റോസിയുടെ നാട്ടില്. റോസിയുടെ നാടേതാ? ഇവിടെ തന്നെ. ഇവിടെയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു പിടിക്കായ കുട്ടിയുണ്ട്. ഇവിടെ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ആരൊക്കെ ഉണ്ട്? അല്ല, ആരാ ആ കുട്ടി? അവന്തിക. അവ കൊണ്ടുപോകാൻ പറഞ്ഞു. അതുകൊണ്ട് വിടാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് കണ്ട അവന്തിക്കോ എത്ര പേര് കൊണ്ടുപോകാൻ വേണ്ടി? ഇതിപ്പോ ആരും കൂടെ പോകും. ഇപ്പൊ മൊത്തം കൺഫ്യൂഷൻ അല്ല. അതില്ല, അവന്തികയ്ക്ക് ഇങ്ങനെ അവന്തികയെ കൊണ്ടുപോകാൻ കാരണമെന്ന് അതിനൊരു കാരണം വേണമല്ലോ. മനസ്സിലായല്ലോ. റോസ് നന്നായിട്ട് പാടും. അതുകൊണ്ട് റോസിന്റെ കൂടെ പാടാൻ വേണ്ടി ഒരാളെ നോക്കി നടക്കുകയായിരുന്നു അല്ലേ? അപ്പൊ ഇന്നാണ് കണ്ടു കിട്ടിയത്. പോട്ടെ. അങ്ങനെയാണെങ്കിൽ അവന്തിക്ക് എന്ത് പറയുന്നു? ആരോടെ തോന്നുന്നു? റോസിനോട് വരില്ലേ? അല്ല, അതൊക്കെ വാക്കിയാണ്. അവന്തിക്കൊക്കെ വാക്കിയാണ്. അപ്പൊ അന്തിയുടെ പപ്പയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാവുന്നതാണ്, നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോ അങ്ങനെ ആരെങ്കിലും കൂടെ പറഞ്ഞു വിടാൻ പറ്റുമോ? ഇല്ലെന്നാണ് മനസ്സിലായി. അത് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടൊരു കാര്യം ചെയ്യും. അവന്തിയെ പോലെ നല്ല ഗായികയാണ് എന്നത് റോസ് ഇവിടെ തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പൊ എന്തൊക്കെ പോകുന്നു? റോസി പാടാൻ പോകുന്നെന്ന്. അത് വേണോ? അല്ല, അതുകൊണ്ട് ആള് കുറവല്ലേ റോസി? അതുകൊണ്ട് റോസി ഇപ്പൊ പാടാൻ വേണ്ടി നിൽക്കണ്ട. നീ പാടണ്ട. റോസി പറയുന്നത് നീ പാടണ്ട. ചിലപ്പോഴേ സുഹൃത്തുക്കളൊക്കെ ആവുമ്പോഴേ ഇങ്ങനെ വിളിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാനെന്താ പറയാൻ, നീയാണ്. അപ്പൊ ഞാനത് പറയുന്നില്ല. അപ്പൊ അങ്ങനെ ധരിച്ചോ. അപ്പൊ പാട്ട് പാടാൻ പോവുകയാണ്. പാട്ട് പാടേണ്ടത് അപ്പൊ റോസി പാട്ട് പാടാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. അല്ല റോസി, നീ ഇപ്പൊ പാടണ്ട. നീ പാടണ്ട. ഞാൻ പറയാനെന്ന് അറിയാമോ? കഴിഞ്ഞ ഒരാഴ്ച ഇല്ല, എന്റെ കൂടെ വന്നിട്ട് റോസി പറഞ്ഞു, റോസി പാട്ട് പാടാണ്. കുറച്ച് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ചു റോസി പാടില്ല, എനിക്ക് കേൾക്കാനോ. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. അങ്ങനെ റോസി അങ്ങോട്ട് പാട്ട് പാടി. സത്യം പറയാലോ, അവിടെ കേട്ടോണ്ടിരുന്ന കൊച്ചു കുട്ടികൾക്ക് പോലും റോസിയുടെ പാട്ടങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവിടെ ഇരുന്നവരുടെ ഇതൊക്കെ അവിടെ കൈ കിട്ടിയ സാധനം. റോസി, നീ എന്താ ചെയ്തത്? നീ എന്നെ കളിയാക്കിയില്ലേ? അപ്പോ അവിടെ കൈ കിട്ടിയ സാധനം കിട്ടുന്നറിയാമോ? റോസി അങ്ങോട്ട് കയറുന്നു. റോസി അതിനെ കയറിക്കൊണ്ടത്. ആഹാ, ഇതാണല്ലേ കളി. മിണ്ടാതിരിക്കണമെങ്കിൽ ഇല്ല, ഞാൻ കണ്ടത് ഇപ്പൊ പറയുന്നത്. മിണ്ടാണ്ടിരുന്നോട്ടോ. ഓക്കെ. അപ്പോൾ റോസിയെ കയറി കൊണ്ടത് എനിക്ക് മാത്രമല്ല, റോസിക്ക് കൊണ്ട് ഇപ്പോൾ കണ്ടോ ക്ലാസ് എൻ്റെ പ്രേമം മാത്രമല്ല, അങ്ങനെ കണ്ടോ ഇപ്പൊ നന്നായിട്ട് പാടുന്നത്. എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഏറ്റവും നന്നായിട്ട് പാടുന്നത് ആരാണെന്ന് ഓർമ്മല്ലോ? ആരായിരിക്കും? അപ്പോ അവന്തിക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവന്തികയുടെ പാട്ട് കേട്ടായിരുന്നല്ലോ അല്ലേ? കേട്ടായിരുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റോസിയുടെ പാട്ട് കൂടി ഒന്ന് കേൾക്കാം. ആരാണ് ഏറ്റവും നന്നായിട്ട് പാടുന്നത്? ഓക്കെ. ഇപ്പൊ അറിയാം. ഒരു ശാസ്ത്രീയ സംഗീതമാണ്. നല്ലതാണ് കേട്ടോ. ഈ സംഗതികളും സ്വരങ്ങളും ഒക്കെ നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കാം. എങ്ങനെയാണ് പറയുന്നത്? ശാസ്ത്രീയ സംഗീതം. ഓക്കെ. നീ അങ്ങനെ ഒരുപാട് ശാസ്ത്രീയ സംഗീതം ഒന്നും വേണ്ട. നമുക്ക് എല്ലാം മനസ്സിലാവുന്ന പാട്ട് പാടിയാൽ മതി.
ആരെ നന്നായിട്ട് പാടിയത്? ഇത് ചോദിച്ചത് നിനക്കേ നല്ല അടിയിലോടാ. റോസ് നന്നായിട്ട് പാടിയോ? ഞാൻ കിടന്നു വിളിച്ച് പറയാതെ പോട്ടെ കുട്ടികളാ, ഇപ്പോഴത്തേക്ക് വിട്ടിരിക്കുന്നത്. റോസിയുടെ പാട്ട് ഇഷ്ടപ്പെട്ടതിന് വലിയ സന്തോഷമുണ്ട്. വേറെ സന്തോഷം എന്താ?